ഞാനിപ്പോൾ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരിക. അതാകുമ്പോൾ നമ്മുടെ മെമ്മറിയും തീരൂല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാനും എളുപ്പമാണ്. യൂട്യൂബ് ചാനൽ എന്തിനാ? ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ഉണ്ടാവില്ലോ. യൂട്യൂബ് അണ്ണന്മാരെ ചുമ്മാ ഡിലീറ്റ് ചെയ്ത് കളയാണ്ടിരുന്നാൽ വിചാരിക്കും. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം വാക്കിംഗ് ക്ലോസറ്റ്. ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാം. യെസ്, വരണ്ടോ? അതൊക്കെ പിടിച്ചായിരുന്നു മുന്നേ. ഐറു എന്തി? മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഭാവിയിൽ ഇവിടെ ഗ്ലാസ് ഡോർ വന്ന് നമ്മൾ പുറത്തുള്ള ഈ കോർട്ട്യാർഡിലേക്ക് ഇരിക്കും. ഇവിടെയൊക്കെ നിറച്ച് പുല്ലായിരിക്കും കേട്ടോ. എൻ്റെ പേൾ ഗ്രാസ് ആയിരിക്കും ഇവിടെയൊക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. ഈ കോർട്ട്യാർഡിലൂടെ ഞാനിങ്ങനെ നടക്കും. ഞാൻ വീട് പണി മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ ഇതിങ്ങനെ പറഞ്ഞതൊക്കെ ഞാൻ വീണ്ടും എടുത്ത് കാണും. അപ്പോൾ ഇവിടെയൊക്കെ പച്ചപ്പും ഹരിതാപമൊക്കെ ആയിരിക്കും. ഇങ്ങനെ പോയി ഇവിടെയൊക്കെ ഭാവിയിൽ ചെടികളൊക്കെ വരുമായിരിക്കും. ചെടിയും പുല്ലും. ഇവിടെയൊക്കെ കോർട്ട്യാർഡ്. ഇവിടെ കിണറെന്താവുക ദൈവത്തിന്. ഇവിടെ ഒരു വരാന്ത, നമ്മുടെ പഴയ വരാന്തയിൽ നിന്നും ഡൈനിങ്ങിൻ്റെ ഏരിയയിലേക്കുള്ള ഓപ്പണിങ്. ഇവിടെ ഗ്ലാസ് ഡോറാണോ അറിയാമോ? ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ വരും. ഇത് പ്രയറിൻ്റെ സ്ഥലം. ഇവിടെ എല്ലാം കോർട്ട്യാർഡ്. ഇവിടെ ഭിത്തി. ഈ ഭിത്തി ഇങ്ങനെ അവിടെ കൊണ്ടുപോയി മതിലിൽ മുട്ടും. ഇവിടെ ഫുള്ള് മതിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാൻ വഴി ഉണ്ടാവില്ല ഭാവിയിൽ. അപ്പം ഞാനിപ്പോൾ കടന്നു നമ്മുടെ മെയിൻ മുറ്റത്തെത്തി. നല്ല അത്യാവശ്യം വീതിയുള്ള മുറ്റമുണ്ട്. നമ്മുടെ ജീപ്പ് കോമ്പസ് ഭാവിയിൽ ഇവിടെ പാർക്ക് ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജീപ്പ് കോമ്പസ് ഇവിടെ ഇട്ട് കഴുകും. അതാണ് എൻ്റെ ജീവിതാഭിലാഷം. ഞാനങ്ങനെ കോമ്പസ് കഴിയുമ്പോൾ അതിൽ കൂടെ വണ്ടിയിൽ ആൾക്കാർ വരുന്നത് കാണും. എത്ര മനോഹരമായ സ്വപ്നങ്ങൾ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മുടെ മതിൽ, ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ട് ഇവിടെ ആയിട്ട് വരും. സിറ്റ് ഔട്ടിൻ്റെ ഇവിടെ എവിടെയാണ്ടാണ് പാർക്കിങ്. ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇഗ്നിസും പാർക്ക് ചെയ്തിരുന്നു. ഇഗ്നിസ് എൻ്റെ നിഞ്ച ഇവിടെ വരും. ഇത് സിറ്റ് ഔട്ടിലോട്ട് കയറണം. ഇതൊക്കെ എന്താണോ ഇവിടെ ആ സിറ്റ് ഔട്ടിൻ്റെ സെപ്പറേഷനുള്ള മതിൽ. സിറ്റ് ഔട്ടിൽ നിന്ന് ഇവിടെ എവിടെയാണ്ടാണ് ശരിക്കും കാർ പാർക്കിങ് തന്നെ. ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് പിന്നെ ഇതൊക്കെ പറഞ്ഞ് മടുത്തതുകൊണ്ട് വീണ്ടും പറയണില്ല. ഫോർമൽ ലിവിങ്, പ്രൈവറ്റ് ലിവിങ്, സ്റ്റെപ്പ് ഡൗൺ, കാണാവുന്ന സാധനങ്ങളെല്ലാം ഇതൊക്കെ കേട്ടോ. എൻ്റെ മുറ്റമാണ് എൻ്റെ ഹൈലൈറ്റ്. ഈ മുറ്റത്തിങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ഞാൻ പുറത്തേക്കൂടെ പോണ വണ്ടികൾ കാണും. അതിനുശേഷം അവർ നടന്ന് മേളിലെത്തി. അന്നവനെ മേളിൽ കൂടെ പോകാം. അതെ, ഇതിൽ കൂടെ നടന്നു പോകാനുള്ള വഴി ഉണ്ടാക്കിയല്ലോ. അന്നവനെ ഇതിൽ കൂടെ പോകാം. ഇങ്ങനെ പോകണം. ഇതൊക്കെ കാർ പോർച്ചിൻ്റെ അപ്പുറം ഭാഗമായിരിക്കും. ഇതൊക്കെ എന്താണോ ഇത് സ്റ്റെപ്പ് ഡൗണിൽ നിന്ന് ഇത് മറ്റേ മേളിലേക്കുള്ള സ്റ്റെയർ കേസാണെന്ന് തോന്നുന്നു. കാരണം അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് മേളിലേക്ക് കണ്ട സ്റ്റെയർ കേസാണ്. അങ്ങനെ സ്റ്റെയർ കേസ്. ഇത് നമ്മുടെ വീണ്ടും കോർട്ട്യാർഡ്. ഇത് ഇപ്പുറ സൈഡിലെ കോർട്ട്യാർഡ്. അത് കിച്ചൻ്റെ വർക്ക്. ഇനി തിരിച്ച് നടന്ന് വീട്ടിൽ കയറിപ്പോ. അയ്യോ, മരിയമ്മളുടെ അടുത്ത് പോകണോ? കൂർക്ക കണ്ടില്ലായിരുന്നോ? കൂർക്ക എടി വെയിലത്തേക്കടെ നടക്കുകയാണ് ഈ സാധനം. ഐറു വെയില ബാ. ഐറു ബാ.
ഇത് എങ്ങടാണ്ട് പോണത്.